നമസ്കാരം. നമസ്കാരം. നമ്മൾ ശബരിമലയിൽ സ്വർണം കട്ടപ്പോൾ നമ്മളൊരു പാട്ടിറക്കി, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത്. ഇപ്പോൾ അതേപോലെ അയോധ്യയിലൊരു തട്ടിപ്പ് നടന്ന്, അവിടെ പറഞ്ഞ പോലെ സ്വർണ്ണമല്ല, സ്വന്തം ശ്രീരാമനെ പോലും തട്ടിക്കൊണ്ടുപോകുന്ന അവിടുത്തെ കൊടുത്ത വെള്ളികളും സ്വർണ്ണങ്ങളും. അവിടെ കാർ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ഓട്ടോ ഡ്രൈവർ, കാറല്ല ഓട്ടോ ഡ്രൈവർ. അദ്ദേഹം പോലും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കോടീശ്വരനായി. 50 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഏകദേശം 1 ലക്ഷത്തിന് താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്തി. ഇപ്പോൾ അദ്ദേഹം 50 കോടിന് മുകളിൽ ആസ്തിയുള്ള ഒരാളായി. വെറും അയോധ്യ വന്നിട്ട് ഇപ്പം ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ, 1.5 വർഷം. ആ 1.5 വർഷം കൊണ്ട് അദ്ദേഹം 50 കോടി രൂപയുടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ 50 കോടി രൂപയുടെയായി. മാത്രമല്ല പല പൂജാരിമാരും കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള നേതാക്കന്മാരായി മാറി. അപ്പോൾ വലിയ തരത്തിലുള്ള തട്ടിപ്പ് അത് BJP പോലും അവസാനം അംഗീകരിച്ചു. അപ്പോൾ നമുക്ക് ആ പാട്ടിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇവിടെ കേരളത്തിൽ പറഞ്ഞ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ രാമനെ കട്ടത് ആരപ്പ, സംഘികളാണ് അയ്യപ്പ എന്ന് പറയേണ്ടി വരും. ഇന്നൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. രാമായണത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ സീതയെ രാവണൻ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ്, ബലമായി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇന്ന് അയോധ്യയിൽ സീതയെ മോഷ്ടിക്കാൻ വരുന്ന രാമൻ ഒരിക്കലും സീതയുടെ പുറകെ പോവുകയില്ല. അവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോയി. അങ്ങനെ സീതാപകരണം വേണം അവിടെ ഒഴിവാക്കാൻ പറ്റിയത്. അത്രയ്ക്ക് മാത്രം സ്വത്തിനോടുള്ള ആർത്തി മൂത്ത ഒരു പറ്റം ആൾക്കാർ മതത്തിൻ്റെ കുപ്പായിട്ടിട്ട് എങ്ങനെയെങ്കിലും പൈസ കൊള്ളയടിക്കുക എന്നുള്ളതിൻ്റെ തർക്കമാണ് നടക്കുന്നത്. അത് കേരളത്തിൽ ശബരിമല നമ്മൾ കണ്ടു. ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ വരാൻ പോകുമെന്ന് അറിയത്തില്ല, ഏതൊക്കെ പള്ളികളിൽ വരാൻ പോകുമെന്ന് അറിയത്തില്ല. ഇവിടെ അത് തന്നെയാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നത്. അയോധ്യയിൽ 1-2 പേരിലിപ്പോൾ നേതാക്കന്മാർ എടുത്തു കാണില്ല. പക്ഷെ മറിച്ച് ഇത് വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളിലും, ഒരു ക്ഷേത്രമല്ല എല്ലാ ക്ഷേത്രത്തിലും എമ്പ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞ പോലെ കിട്ടുന്നിടത്തുനിന്നെല്ലാം മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ രാജിവെച്ച പ്രധാനപ്പെട്ട 2 പേരിൽ ഒരാളാണ്. ഒന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്. രണ്ടാമത്തെ ആൾ ഈ പറഞ്ഞ പോലെ അംഗം ട്രസ്റ്റ് കൂടിയായ അനിൽ മിശ്ര എന്ന് പറയുന്ന 2 പേരാണ് ഇപ്പോൾ രാജിവെച്ചത്. അത് ഈ പറഞ്ഞ പോലെ RSS അവർ പറയുന്നതും മൊത്തം കേൾക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ വരുന്നുണ്ട്. ഇവർ പറയുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവർ പറയുന്നത് പോലും RSS വരെ കേൾക്കുന്നില്ല. ഈ വിഷയത്തിൽ RSS നേരിട്ട് ഒരു ഭാഗത്ത് SIT നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു, മറുവശത്ത് RSS മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാന്തര അന്വേഷണം നടത്തുന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ കുറേ ആത്മാർത്ഥമുള്ളവർ കാണും, അമ്പലത്തിൻ്റെ സ്വത്ത് നഷ്ടപ്പെടരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷേ ഇത് നമ്മൾ കുറച്ച് സ്വല്പം ഒന്ന് പുറകോട്ട് പോകണം. രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ പ്രക്ഷോഭങ്ങൾ നടക്കണം. അമേരിക്കയാണ് അതിൻ്റെ ഏറ്റവും വലിയ സെൻറ്ററായിരുന്നത്. വിശ്വഹിന്ദുപക്ഷത്തെന്ന പ്രബലമായ സംഘടനയാകുന്നു. അശോക് സിംഗാളായിരുന്നു അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. ഈ മനുഷ്യൻ എങ്ങനെയാണ് അമ്പലം പണി, ഇത്ര ബൃഹത്തായ ഒരു ക്ഷേത്രം എങ്ങനെയാണ് പണിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞു. 10-20 വർഷം മുമ്പാണ് ആ വാചകം പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 1000 കോടി രൂപയിലധികം അമേരിക്കയിൽ നിന്ന് മാത്രം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പിരിഞ്ഞു കിട്ടിയിരിക്കുന്നു. വിശ്വാസികളുടെ സംഭാവന അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1000 കോടി 25 വർഷം മുമ്പ്, അന്നത്തെ കാലത്ത് 1000 കോടിക്ക് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ അത് 10,000 കോടി മുകളിൽ. അല്ല, 1000 കോടിക്ക് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് 1000 കോടി ഒരു രാജ്യത്ത് നിന്ന് കിട്ടിയ കാര്യമാണ്. അപ്പോൾ അതൊരു തുടക്കം തന്നെയായിരുന്നു. ഇത് ഏറ്റവും വലിയ സ്വർണ്ണഖനിയാണ് എന്ന തിരിച്ചറിവ് അവിടെ ഉണ്ടായി. ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി തർക്കങ്ങൾ വരുന്നുണ്ട്, ഏറ്റുമാനൂര് ഏഴരപ്പൊന്നാനെ പറ്റി വരുന്നുണ്ട്. ഓരോ സ്ഥലത്തും കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന എത്തിപ്പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏതൊരു അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തടയാൻ പറ്റുന്നുള്ളതാണ് പ്രശ്നം. അയോധ്യ എന്ന് പറയുന്നതിൻ്റെ 2 കാര്യങ്ങളുണ്ട്. ഈ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് എന്തിനു വേണ്ടിയാണ്? നമ്മളൊക്കെ തോന്നുന്നു രാമനും എൻ്റെ ഭക്തി, രാമനെ തൊഴാൻ മോഡി എങ്ങനെ കവിഞ്ഞ് കിടന്ന് നമസ്കരിക്കുമ്പോൾ മോഡി വളരെ വിനയത്തോടെ രാമനെ സ്നേഹിക്കുന്നു. രാമനെയാണോ സ്നേഹിച്ചിരുന്നത്? രാമനെ കൊണ്ട വെച്ച് ചോദിച്ചാൽ കാശ് കിട്ടും. ഇവർ ദൈവത്തെ വളരെ നീചമായിട്ടാണ് ഉപദേശിച്ച് ഇവരുടെ സ്വന്തം പിരിവിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രതിമയാണ് വയ്ക്കുന്നത്. കണ്ണുവട്ടന്മാരുടെ പ്രതിമയും കൊണ്ട്, പ്രതിമയല്ല ഇരിക്കുകയല്ലേ, കണ്ണില്ല കാലില്ല കൈയില്ല എന്ന് പറഞ്ഞാൽ വയലിലിരിക്കുക. അതുപോലെ ദൈവത്തെ ഉപയോഗിച്ച് കാശുണ്ടാക്കാൻ നിൽക്കുകയന്മാർ. ഇവരെന്ത് സനാതനധർമ്മമാണ് ഇവർ പറയുന്നത്? യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്രയും കഴിവില്ലാത്തവനാണെന്ന് തോന്നിയില്ല. അല്ല, 2 പേരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തമുള്ളതൊന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനം ഭരിക്കുന്നത് BJP യോഗി ആദിത്യനാഥ്. പിന്നെ രണ്ടാമത് കേന്ദ്ര സർക്കാർ, കേന്ദ്രം ഭരിക്കുന്നത് BJP, അതും BJP സർക്കാർ മോദി. ഇപ്പോൾ 2 പേരും ഉത്തരം ചെല്ലുന്നത് BJPയിലോട്ടും യോഗി ആദിത്യനാഥിലോട്ടും പിന്നെ നരേന്ദ്രമോദിയിലോട്ടും തന്നെയാണ് അതിൻ്റെ കൈകൾ അവസാനം എത്തിച്ചേരുക എന്നുള്ളത് സത്യമാണ്. അല്ല, ആ കൈകൾ എത്തിച്ചേരുമല്ലോ ആരെന്നുള്ളത് ഇത് തടയാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ. അതെ, ഇത് തടയാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ. ഈ കള്ളത്തരം അത് തടയാൻ അവർക്ക് പറ്റിയില്ലെന്ന അർത്ഥം എന്താ?
അവരുടെ പ്രസ്താവന കണ്ട രാമക്ഷേത്രം പണിയിലാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം കുതിപ്പെന്നും ഇന്ത്യയുടെ ഐശ്വര്യം, ഇന്ത്യയുടെ അഭിമാനം, ദേശീയത എല്ലാം വളർത്തിയെടുക്കേണ്ട രാമക്ഷേത്രത്തിൽ കൂടിയാണെന്നാണ് അവർ പറഞ്ഞത്. ആ രാമക്ഷേത്രത്തിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ പിന്നെ ആരാ? എന്ത് ധർമ്മം പറയണം? ധർമ്മം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ അവർക്ക് അവകാശമില്ല. അതിലത്ര ഭംഗിയായിട്ട് ട്രംപ് പറഞ്ഞു, ഞാൻ കച്ചവടക്കാരനാണ്, ട്രംപിന് എനിക്കിഷ്ടമാണ് ആ കാര്യത്തിൽ, ഞാൻ കച്ചവടക്കാരനാണ്, ഉള്ളതുപോലെ പറയും, ഞാൻ കച്ചവടക്കാരൻ തന്നെ പറഞ്ഞോണ്ടാ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുമ്പോൾ അയാളത് സത്യം അങ്ങ് പറയുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദർശവും ധർമ്മവും സനാതനധർമ്മവും അഹിംസയൊക്കെയാണ് പറയുന്നത്. പക്ഷെ സംഭവിക്കുന്നത് നേരെ മറിച്ച് അവിടെയാണ്. ഓച്ചന്തുമാനോട് ചോദിക്കുന്നുണ്ട്, ഒരു സായിപ്പ് കോഴിക്കോട് കളക്ടർ ചോദിക്കും, മൊത്തം ഇരിക്കുമ്പോൾ നടന്ന സംഭവം അത്, ശർക്കര കോടതിയിൽ കൈയിട്ടാൽ നക്കാത്തവൻ ആരുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ചന്തുമേനൻ അവിടെ ഒരു ക്ലർക്കാണ് കളക്ടറേറ്റിൽ. അയാൾ പറഞ്ഞു, ഏറ്റു പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ഏതെങ്കിലും BSPയിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒറ്റ ഒരുത്തനുണ്ടോ? ഇവിടെ അക്കാര്യത്തിൽ ഇവിടെ നമ്മൾ ശബരിമല കടക്കുമ്പോൾ പിണറായി വിജയൻ ചിരിക്കുന്നത് പോലെ, അല്ലെ നടപടി എടുക്കാതെ അവരെ ഉഴപ്പി വിടുന്നത് പോലെ അതേ പരിപാടി തന്നെയാണ് മോഡിയും അമിത്ഷായും അവിടെ ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഏതെല്ലാം തരത്തിൽ എവിടെ നിന്നെല്ലാം പൈസ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. എന്നിട്ട് ധർമ്മത്തിൻ്റെ മാർഗം, ഒരാൾ പ്രത്യയശാസ്ത്രം സോഷ്യലിസം പറഞ്ഞു നടക്കും, മറ്റേ ആൾ അദ്വൈത വേദാന്തം പറഞ്ഞു മറ്റേ ആൾ നടക്കും. എന്നിട്ട് സംഭവം ഫലത്തിൽ ഇത് തന്നെ. ഇതിന് ഹിന്ദു മതത്തിൽ ഒരു റാഡിക്കൽ റീഫോം ഉണ്ടാകണം. ഇത്തരം വൃത്തികെട്ടവന്മാരെ മതത്തെ ഉപയോഗിച്ച് തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവന്മാരെ പെടലിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾ ഒരു മതത്തിൽ മാത്രമല്ല, ഇതിപ്പം സിമിലർലി പല മുസ്ലിങ്ങളിലും പല ഇത്തരത്തിലുള്ള മക്ബറ എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്. അവിടേക്ക് എന്താ നടക്കുന്നതെന്നുള്ളത് ഈ പറഞ്ഞ പോലെ പുറത്തു വന്നാൽ അവിടെ ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അവിടെ ഇതേപോലെ നമ്മൾ അറിയാത്തതുപോലെ പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വലിയ അറിയപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അറിയപ്പെടാത്ത എത്ര ഉണ്ടാവുന്നുള്ള വലിയ ചോദിച്ചിട്ട് കിടക്കുന്നുണ്ട്. അല്ല, അതിനല്ല ഗൾഫിലൊക്കെ ഷെയ്ഖുമാരുമായിട്ടും മുസ്ലിം വലിയ പള്ളികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് പൊളിറ്റിക്കൽ എൻഡിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയാനായിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി, അല്ല കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അധികാരത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിച്ചു ഇല്ലേ? രാവണൻ പോലും സീതയെ ഉപദ്രവിച്ചില്ല. രാവണൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ട് പോലും സീതയെ ഉപദ്രവിച്ചില്ല. പക്ഷെ മറിച്ച് ശ്രീരാമനന്മാരെന്നാ ഇത് അല്ല പിടലയുടെയും കഴുത്തേലും കാതിലും എല്ലാം മുറിച്ചെടുത്തോട്ട് പോയില്ലേ? അതിനാരാ ഉത്തരം പറയും? എന്നിട്ട് വാക്ക് സനാതനധർമ്മം അത് എല്ലാവരും ആചരിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണോ അത്? കുട്ടികളെ പഠിപ്പിക്കും, ഇതും പഠിക്കണ്ടേ? രാമനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ രാമനെ വിറ്റതിനെക്കുറിച്ച് പഠിപ്പിക്കണ്ടേ? രാമനെ ചതിച്ചതിനെക്കുറിച്ച് പഠിപ്പിക്കണ്ടേ? ഇവരുടെ കാലത്താണ് ഞാൻ പറഞ്ഞത് രാവണൻ രാജാവായിരുന്നു. രാവണനായിരിക്കും ഇവരുടെ കാലത്തെ രാജാവ്. രാവണ സ്വഭാവമുള്ളവർ അതാണ് ഇവിടെ കാണുന്നത്. അതിനെ തിരുത്താൻ ആരുണ്ടെന്നുള്ളതാണ്. ഇവിടെ ആരെങ്കിലും വർത്തമാനം പറയും. ഇവിടെ ഇനി പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുക്കാൻ മോഡിക്ക് പറ്റുമോ? ശബരിമല കൊള്ളയുടെ പേരിൽ ശരിയാണ്, എന്തെങ്കിലും തൊടാൻ പറ്റുമോ? ഒരു വശത്ത് ശബരിമല കൊള്ളടിച്ച പിണറായി, കൈകൊട്ട് ചിരിക്കും മോഡി ഇത് പറയുമ്പോൾ. അതെ, ഞാൻ സ്വർണ്ണക്കൊള്ളയാണ്, എൻ്റെ ഓഫീസ് മാത്രമല്ല നിങ്ങളുടെ ക്ഷേത്രം നിറച്ച് കൊള്ളയെന്ന് പറയില്ലേ പിണറായിയുടെ ഓഫീസിനെ പറ്റി മോഡി പറഞ്ഞു തന്നെ. പിണറായിയുടെ ഓഫീസിനെ പറ്റി പറഞ്ഞ് കള്ളക്കടത്തുകാരുടെ കേന്ദ്രം എന്നാണ് പറഞ്ഞല്ലേ? അങ്ങനെയാണ് തിരിച്ച് ആളെ പിണറായി പറയും. കള്ളക്കടത്തുകാരുടെ മാത്രമല്ല, രാജ്യദ്രോഹികളുടെയും ശ്രീരാമനെ വിറ്റ രാവണന്മാരുടെ കോട്ടയാണ് നിങ്ങളുടെ BJP എന്ന് പറയാൻ ആർക്ക് പറ്റും? പിണറായിക്ക് പറ്റും. രാവണക്കോട്ട എന്ന് പറയണ്ട, അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നടക്കുകയാണ്. ഞാൻ ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണം, അതാണ് ഈ മതത്തെയും നശിപ്പിക്കും രാജ്യത്തെയും നശിപ്പിക്കും.